ഫ്രണ്ട്സ് അതാ ഒരു കാട്ടുപോത്ത്, ഒറ്റ കാട്ടുപോത്ത്, ഒറ്റേന പറയണ ഒരു ഒറ്റ കാട്ടുപോത്ത്. അപ്പൊ നമ്മളെന്താ പരിപാടി? കാട്ടുപോത്തിനെ ഫ്രൈ ചെയ്തതാണ്. എവിടെയോ ആണ് ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ കുറച്ച് വെറൈറ്റി ആയി. ഞാനില്ല, ഞാനെവിടെ? ബാംഗ്ലൂർ ചേച്ചിക്ക് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ. 5 മണിക്ക് ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തത്. ഇവിടെ ആൾക്കാർ എണീറ്റത് 6 മണിക്കാണ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തോ ഒരു പ്രത്യേകത, ഈ ചില്ലിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നോക്ക്, ഞാൻ ഇങ്ങോട്ടാ നോക്കണത്. അടിപൊളി. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ലൈഫ് ലിവിംഗ് ആൻഡ് നേച്ചർ. കൂളിങ്ങാ ഞാൻ നോക്കണേ. നമ്മളെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളെ ഡസ്റ്റർ കണ്ടാൽ സത്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിക്കി ആ കേറിയിരുന്നു. നിക്കി വാ 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 നിക്കി വാ. ഞങ്ങള് നിക്കിനെയും കൊണ്ടുപോവാണ്. നിക്കി വരുന്നുണ്ടോ നിക്കി? കേറിയിരുന്നു സീറ്റുമേ. ടാറ്റാ. ഫ്രണ്ട്സ്, നമ്മള് പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഫ്രണ്ട്സ്. വിശക്കണുണ്ട്, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എടക്കര എത്തിട്ടോ. ഫുഡെല്ലാം കഴിച്ചു. ഇനി നമ്മൾ യാത്ര തുടരുന്നു. ഫ്രണ്ട്സ്, ചുരം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഈ പാസ് എടുത്തു. ഒരു 2 മിനിറ്റിന്റെ പരിപാടിയുള്ളൂ ഈ പാസ് എടുക്കാൻ തമിഴ്നാട്ടിലേക്ക് പോകാൻ. പക്ഷെ ഞങ്ങള് ബാംഗ്ലൂർക്ക് ആയതുകൊണ്ട് വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഊട്ടി അങ്ങനെയുള്ള ഭാഗത്തോട്ട് പോകുന്ന ആൾക്കാർക്കാണ് ഇത് വേണ്ടത്. നമ്മൾ സബ്വേ സർഫസ് കളിച്ചോണ്ടിരിക്കാണ് ടാബില്. ഈ പാസ് ഞങ്ങൾ പോരുന്ന വഴിക്ക് എടുത്തത് നന്നായി. ഇവിടെ ചോദിക്കുന്നുണ്ട്, നോക്കുന്നതിന്റെ ഇടയ്ക്കൂടെ ആൾക്കാർ തിരികെ കയറി പോകുന്നുണ്ട്. ചിലപ്പോൾ അവരവിടെ പിടിക്കും, അല്ലാത്തവരെ മേലേക്ക് പോകുമ്പോൾ ചെക്ക് ചെയ്യും. ഈ പാസ് അവിടെ കൊടുത്തു. ഭയങ്കര ചെക്കിംഗ് ആണല്ലേ ഇപ്പൊ. ഗൂഡല്ലൂർ എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത്, ഞാൻ പറയുന്ന മസനഗുഡി, പക്ഷേ ബന്ദിപ്പൂർ വഴി ബാംഗ്ലൂർ. പൈനാപ്പിള്, മാങ്ങ. ഫോറസ്റ്റിലോട്ട് കയറി. ഇനി നമുക്കൊരു അരമണിക്കൂറല്ല, 1 മണിക്കൂറോളം ഫോറസ്റ്റ് ആണ്. അരമണിക്കൂറിന് മേലെ ഫോറസ്റ്റ് ആണ്. റോഡ് ഇതാണ്.
ഒറ്റ കാട്ടു. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി കാട്ടുപോത്തിനെ ഫ്രൈ ചെയ്തതാണ്. റെസിപ്പി പറ. നല്ല മസാല. അങ്ങനല്ലേ എനിക്കിങ്ങോട്ട് നെഞ്ചടിച്ചു അതിനെ കണ്ടിട്ട്. കാരണം റോഡ് നമ്മൾ പെട്ടെന്ന് അങ്ങനെ നടന്നു പോണതിനിടയിൽ പെട്ടെന്ന് തലയിരിച്ചിട്ട് നിന്നെ നോക്കിയാ നീ എന്ത് ചെയ്യും? അങ്ങോട്ടുള്ള റോഡ് ക്രോസ് ചെയ്ത് പോണ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ എന്റെ അമ്മോ എന്റെ ജീവൻ പോകുന്നു. ഇതാണ് ദേവ് പറഞ്ഞ മസനഗുഡി റോഡ്. ദേവ് എന്റെ റോഡ് മസനഗുഡി. ബന്ദിപ്പൂര് കഴിഞ്ഞു, ഗുണ്ടൽപേട്ടെത്തി. ബനിയൻ ട്രീ ഉണ്ടോ ദിയമോൾ? പ്രേതത്തിന്റെ വീടാണ്. ആൽമരം. അതെ ഫ്രണ്ട്സ്, ദിയമോക്ക് വാള് വെക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും വണ്ടി നിർത്തി. അപ്പൊ ഞങ്ങളിപ്പോ ഗുണ്ടൽപേട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കൊരു ഫോട്ടോയും എടുത്ത് പോസ്റ്റ് ഇട്ടോണ്ടിരിക്കാണ്. ടാബ് നോക്കി ഛർദിക്കാൻ വരും കേട്ടോ ചേട്ടായി. ഞാൻ പുറകിലാണ് കേട്ടോ. ഓ മൈ ഗോഡ്. ആദ്യം ചെയ്യേണ്ട കാര്യം അറിയാലോ. ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ ഫ്രണ്ടിലിരുന്നു. അത് ഈ ഫ്രണ്ടിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ പോകുമ്പോ ഫ്രണ്ടിലിരിക്കണത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ്, കുറെ കാലമായി ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ട്. ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഫ്രണ്ടിലിരിക്കണത്. അടുത്തതായിട്ട് വണ്ടി ഓടിച്ച് ഫ്രണ്ടിലിരിക്കുന്നതാണ്. ഇനി അമ്മയ്ക്ക് ഫ്രണ്ടിലിരിക്കൽ പ്രതീക്ഷിക്കണ്ട കേട്ടോ, ബാംഗ്ലൂർ എത്തുന്നത് വരെ. ഫ്രണ്ട്സ്, അവിടെ ഒരു വണ്ടിയെ മേടിച്ചു കിടക്കും. ഈ ലോറി ആ ഒരു കാറും മേടിച്ചു കിടക്കുന്നുണ്ട് ഗൈസ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ മൈസൂർ എത്തി. ഇനി നമ്മൾ ബാംഗ്ലൂർ ഹൈവേയിലോട്ട് കയറാൻ പോവുകയാണ്. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആരെ പാടുന്നതൊക്കെ മനസ്സിലാവണില്ല. എത്ര നേരം തളർന്നൊരാളോട് കിടക്കണ്ടായിരുന്നു. ഓളാണോ എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. ആ പാട്ട് പഠിക്കാം, ഒന്നുകൂടി പഠിക്കാം. ഛർദി 2 3 ഛർദി കഴിഞ്ഞ് 2 എണീറ്റിട്ടുള്ളൂ. ബാംഗ്ലൂർ എത്താനായി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പതുക്കെ തല പൊക്കി എണീറ്റ്. ബാംഗ്ലൂർ എത്താനായി പറഞ്ഞപ്പോ എമ്പൂരാ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ സിജോ പാപ്പന്റെയും പ്രിൻസി ആന്റിന്റെയും ഫ്ലാറ്റിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിന്റെ മുന്നിൽ നിൽക്കുകയാണ്. കയറണമെങ്കിൽ എന്തോ കാണിച്ചു കൊടുക്കണം അല്ലേ ഫോണില്. അത് സിജോ പാപ്പൻ അയച്ചിട്ടുണ്ട്. എവിടെയോ ആണ് ഗൈസ് അപ്പാർട്ട്മെന്റ് വരുന്നത്. ഇവിടെ അവരെ അപ്പാർട്ട്മെന്റ് ഈ സൈഡിലല്ല, അപ്പുറത്തെ സൈഡിലാണ്. സിജോ ബാബിനെ വെയിറ്റ് ചെയ്യാണ് ഫ്രണ്ട്സ്. അതെന്റെ ഞങ്ങൾ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്.
നൈസായിട്ടിട്ടോ. എന്താ വർത്താനം? നല്ല പപ്പടത്തിന്റെ മണം വരുന്നുണ്ട്. ഫൈനലി എത്തിയിരിക്കുകയാണല്ലേ. കിട്ടിയോ? ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ചിക്കൻ കറി കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റ് തോന്നിക്കുന്നത്. കാണുമ്പോഴുള്ള ടേസ്റ്റ്. ഇത് പ്രിൻസി ആന്റിക്കുള്ളതാണ്. ഇത് ഞാനിട്ട മുട്ടയല്ല, ഒരു കോഴിയിട്ട മുട്ട. ഇന്ന് ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഗൈസ്. എന്താ വെച്ചാ നമ്മളെല്ലാരും ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങളൊരു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഇത്? തുറക്ക്. ചേട്ടായി സ്പെഷ്യൽ ബീഫ് വരട്ടിയത്. ഗൾഫിലെല്ലാം പോകുമ്പോ കൊടുത്തു വിടൂലേ? ഇത് ഇതാക്കണോ? വരട്ടണോ? വേണ്ടല്ലോ. ഫ്രണ്ട്സ് ഇവിടെ എല്ലാരും കിടക്കണം കേട്ടോ, റെസ്റ്റ് ചെയ്യാണ്. ഫുഡ് കഴിച്ച് ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ യാത്ര ചെയ്തില്ല ഇത്രയും, ക്ഷീണുണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങള് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അവിടെ നിങ്ങോട്ട് ഇങ്ങനെ ഇതില് വന്നുല്ലേ? നമ്മള് മെയിൻ ആയിട്ട് ഫ്രണ്ട് സീറ്റിലായിരുന്നു, ഞാൻ ബാക്കിലും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിന് പിറ്റേത്തെ പ്രാവശ്യം വന്നപ്പോഴൊക്കെ അമ്മ ഫ്രണ്ടിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഡസ്റ്ററിന്റെ ഫ്രണ്ട് സീറ്റിൽ നിൽക്കണത്. സാനിറ്റൈസർ ഒക്കെ കണ്ടിട്ട് 5 വർഷമായി. തിളച്ച പാൽ പറയാതെ ഞാൻ സേഫ് ആക്കിയിരിക്കുന്നു ഗൈസ്. പിന്നെ കത്തിക്കണ ഞാൻ ചായയാണ് ഉദ്ദേശിച്ചത്, പാലല്ല. അല്ല, ഇത് തീർന്നില്ലല്ലോ. ഇതെന്താ ക്രിക്കറ്റോ? ചായ തിളച്ച പാൽ പറയാതെ ഞാൻ സേഫ് ആക്കിയിരിക്കുന്നു ഗൈസ്. മറിഞ്ഞു പോയതല്ലേ ഇവിടെ ഫ്രണ്ട്സ്. ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കാം. മോളുടെ ചായ നല്ല അടിപൊളി ചായ കേട്ടോ, ഏലക്ക ചായയാണ്. നല്ല ടേസ്റ്റ് അല്ലേ ഇവിടുത്തെ ചായക്ക്? ഇവിടുത്തെ പാലിന്റെയും ചായപ്പൊടിയുടെ ഒക്കെ ആയിരിക്കും. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഈവനിങ് വാക്കിന് പോവാൻ റെഡി ആയിരിക്കുന്നു. എങ്ങനെ നോക്കിയാലും ഇപ്പൊ ഇത്രയും നേരം ഇവിടെ ഇരിക്കുമ്പോ എന്ത് രസമുണ്ടെന്ന് അറിയാം എന്റെ മുടി കാണാനും. ഇപ്പോഴോ ഒരു വൃത്തികെട്ട കോല. നമ്മുടെ ഫ്രണ്ട്സ്, ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പൊ ദിയമോക്ക് പാർക്കിൽ പോണം എന്ന് പറഞ്ഞു. എന്താ ദിയമോള് പാർക്കിലേക്ക് പോകണ്ട്, ഓടി പോകുന്നുണ്ട്. ഇപ്പൊ കുറച്ചു നേരം നമുക്ക് പാർക്കിൽ ഇരുന്നിട്ട് വരാം. പാർക്കിലൊക്കെ കളിച്ച്. അതെ, ഞങ്ങൾ കളിച്ചില്ല, ദിയമോൾ മാത്രമേ കളിച്ചുള്ളൂ. ഇപ്പൊ ഞങ്ങള് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? ഈവനിങ് വാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഞങ്ങളൊരു വെറൈറ്റി രീതിയിൽ നടക്കാൻ പോവാണേ. ഒരേ കാലം ഒരേ കയ്യിൽ വെച്ച്. അതാ പോണ. ഞങ്ങളങ്ങനെ ഈവനിങ് വാക്ക് ഒക്കെ കഴിഞ്ഞ് വാക്ക് ഒക്കെ കഴിഞ്ഞ് കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറി. പുതിയ കേസ്. ഞാൻ ഇപ്പൊ റീൽസ് കണ്ടോണ്ടിരിക്കാണ് ഫ്രണ്ട്സ്. നാളെ എടുക്കാൻ പറ്റിയ റീൽസ് ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു.
അപ്പം ഞങ്ങള് ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എനിക്ക് കാല് വേദനിക്കും. നമ്മള് ഗോവയിൽ നടത്തുക തന്നെയല്ലേന്നോ, ഒരു ദിവസം 4-5 കിലോമീറ്റർ നടക്കുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. സിനിമ വെച്ചിട്ടുണ്ട്, ഒരു ജാതകം എന്ന് പറഞ്ഞ സിനിമ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ 5-6 ദിവസം ഉണ്ടാവുന്നതാണ്, ഒരാഴ്ച ഉണ്ടാവും എന്തായാലും ഇവിടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും